അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വാപ്പയാണ്. നമ്മളൊരാളെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം ഓൻ്റെ വാപ്പാനെ ചോദിക്കുക. അപ്പോൾ നമ്മൾ കുട്ടിക്കൊരു കല്യാണ ആലോചന വന്ന്, അപ്പോൾ പിന്നെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോൾ അസ്രംസ്കാരത്തിന് നിസ്കാര പള്ളിയിൽ കയറി, നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ നേരെ മുമ്പിൽ ഒരു ചായപ്പീടി ഉണ്ടായി കയറിയിട്ട് ഒരു കാൽ ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അടുത്ത് ഇങ്ങനെ ഉള്ള ആളോട് ചോദിച്ചു, ആ സുലൈമാൻ്റെ മൂത്ത ചെറുക്കൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ചെറുക്കനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, പിന്നെ ഓൻ്റെ വാപ്പ എവിടുത്തേരനാന്ന് ചോദിച്ചു. വാപ്പ സുലൈമാൻ ആണ് വാപ്പ എന്ന് പറഞ്ഞേക്കലുണ്ട്, വലിയൊരു പുടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്തയില്ലാത്തവനാണ് എന്നാണ്. പിന്നെ ഞോ എന്ത് നന്നായിട്ടും കാര്യമില്ലല്ലോ, അല്ല ഞോ എത്ര നന്നായിട്ടും കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓൻ്റെ വാപ്പയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓൻ്റെ വാപ്പയാണ്. മനുഷ്യനെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ എന്താ പറഞ്ഞത് നിങ്ങൾ? വലക്കത് കർണംന ബനി ആദമ എന്നാ പറഞ്ഞത്. മനുഷ്യൻ എന്നുള്ളതിൻ്റെ വാക്ക് ഖുർആനിൽ വേറുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇൻസാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സാഹിത്യത്തിനെതിരൊന്നല്ല. ഇൻസാൻ സാഹിത്യത്തിനെതിരാണെങ്കിൽ ഖുർആനിൽ എവിടെ ഉപയോഗിക്കാൻ പറ്റൂല. പക്ഷേ ഖുർആൻ ഇൻസാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നാസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ഇതൊക്കെ മനുഷ്യനുള്ള വാക്കാണ്, ഖുർആൻ ഉപയോഗിച്ചു. പക്ഷെ ബഹുമാനം പറഞ്ഞോടുത്ത് പറഞ്ഞത് ആദം വല്ലിപ്പാൻ്റെ മകനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം എന്താ ബഹുമാനത്തിൻ്റെ കാരണം? വാപ്പാൻ്റെ മകനായത്. ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത ഓൻ്റെ വാപ്പയാകുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാപ്പയാണ് ഏത് മനുഷ്യൻ്റെയും പ്രത്യേകത. അതുകൊണ്ടാണ് മനുഷ്യനെ വാപ്പയിലേക്ക് ചേർക്കപ്പെടുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഇമാമക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിസ്കരിച്ചു. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസമൊക്കെ കഴിഞ്ഞു. നബി തങ്ങൾക്ക് അസുഖം അല്പം ഭേദമായി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തോളിൽ പിടിച്ചിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നത്, നിസ്കരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, അവിടെ തന്നെ ഒന്നോ അവിടെ തന്നെ ഒന്നോ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നില്ല. മൂപ്പര് ബാക്കിലേക്ക് മാറി. പിന്നെയും കാണിച്ചു, അപ്പോഴും നിന്നില്ല, ബാക്കിലേക്ക് മാറി. പിന്നെയും കാണിച്ചു, അപ്പോഴും നിന്നില്ല, ബാക്കിലേക്ക് മാറി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയ്ക്കും പോലെ വന്ന് മിഹ്റാബിൽ നിന്ന് ഇമാമത്തായിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ചോദിച്ചു, അബൂബക്കറെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ് ഷഹിദ്തു. അതെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലുമാണ്, ഞാൻ അതിന് സാക്ഷിയുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ കൽപ്പനയും നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയെ നിങ്ങളുടെ എല്ലാ കൽപ്പനയും ഞാൻ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, ഞങ്ങളോട് 3 വട്ടം ഇമാമക്കാൻ പറഞ്ഞിട്ട് പിന്നെ എന്തേ നിൽക്കാഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ പിന്നിൽ ഇമാമത്തായി നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ ഖുഹാഫ എന്ന എൻ്റെ വാപ്പാക്ക് ജനിച്ചിട്ടില്ല. അതാണ് വാപ്പ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ വാപ്പയാണ് തന്നെ. ആരാ വാപ്പ? നമ്മളെ എല്ലാവരും വാപ്പയാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിനെ പറ്റി പറയേണ്ട മാസമാണ് ഈ മാസം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രമാണ് ഹജ്ജ്. നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നു. പോകാൻ ദ്വാരക്കാൻ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നമുക്കും ധാരാളം ഹജ്ജും ഉംറയും സിയാറത്തും മക്ബൂലും മബ്റൂറുമായ നിലയിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ബലിപെരുന്നാളിൻ്റെ ഓർമ്മയിലോടി എത്തുന്നുണ്ടൊരു വദനം, വലിയ പ്രതീക്ഷകൾക്കൊടുവിൽ കിട്ടിയ അരുമക്കുഞ്ഞിന് വദനം. മാതാവിൻ വിരിമാറിൽ നിന്നു മടർന്നു മിനാത്തന്മാറിൽ
മതിയൊളിക്കൊക്കും പുഞ്ചിരി തൂകി ബലിയാടായി പൂമോൻ. വിശ്വചരിത്ര താളുകളൊക്കെ പരതു കാണാൻ അമോ. വിസ്മയം മുറ്റിയ കഥയോർത്താൽ ഹർഷം മാറി പോമോ. ദാഹം പരവശനാക്കിയ നേരം ചുണ്ടു പിളർന്നു കരഞ്ഞു. ദാരുണരംഗം കണ്ടാൾ ഹാജറ വെള്ളം തേടിയലഞ്ഞു. സഫയും മറുവയും കുഞ്ഞിൻ നിലവിളി കേട്ടു തകർന്നു കഴിഞ്ഞു. സൈകത ഭൂവിന് ഹൃദയമലിഞ്ഞവൾ മാറു തുറന്നു കനിഞ്ഞു. ഇസ്മായിലിൻ ദാഹം തീർക്കാൻ അന്നുറ പൊട്ടിയ സംസം. ഇന്നും ഇബ്രാഹിം തൻ മക്കളെ നൊമ്പരം മാറ്റും തീർത്ഥം. സംസമിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു. സംസം എന്തിന് കുടിച്ചോ അതിനെല്ലാം പറ്റും. നാട്ടിലുള്ള വാപ്പാൻ്റെ ദണ്ണം മാറാൻ സൗദിയത്തെ മോൻ അവിടുന്ന് കുടിച്ചാൽ മതി, കൊടുത്തേക്കൊന്നും വേണ്ട. കൊടുത്തയച്ചു വെച്ചിട്ട് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അവിടുന്ന് കുടിച്ചാൽ മതി. കാരണം ഹദീസിൽ വന്നിട്ടുള്ളത് എന്തിന് കുടിച്ചോ അതിനൊക്കെ പറ്റുമെന്നാണ്. പെരപ്പണി തീരാനും പറ്റും, കടം വീടാൻ വേണ്ടി സംസം കുടിച്ചാൽ മതി, ഉമ്മാൻ്റെ ദണ്ണം മാറാൻ മകൻ കുടിച്ചാൽ മതി, മകൻ്റെത് മാറാൻ ഉമ്മ കുടിച്ചാൽ മതി, ജോലി ശരിയാകാൻ സംസം കുടിച്ചാൽ മതി, എല്ലാറ്റിനും പറ്റുമെന്ന ഹദീസിൽ നസ്സാണ്. എന്താ അതിൻ്റെ പിന്നിൽ? അതിൻ്റെ പിന്നിലൊരു പെണ്ണാണ്. ഏതാ പെണ്ണ്? നേരത്തെ അടിമയായിരുന്ന ഒരു പെണ്ണ്. മുസ്തഫ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയായിരുന്ന ഹാജറ ബീബി റളിയല്ലാഹു അൻഹാ. ഹാജർ എന്നാണ് ഒറിജിനൽ പേര്. അത് നമ്മൾ മലയാളികൾ ഹാജറ എന്നാക്കിയതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, സംഗതി അങ്ങനെയാണ്, ഒറിജിനൽ അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ. ഹാജറ ബീബി റളിയല്ലാഹു അൻഹാ. അതിൻ്റെ പിന്നിൽ എന്താ ഉണ്ടായത്? ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബിനെയും ഹാജറ ബീവിയെയും മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഹാജറ ബീവി ചോദിച്ചു, അള്ള പറഞ്ഞിട്ടാണോ ഞങ്ങളവിടെ ആക്കണതെന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അതെ, അള്ള പറഞ്ഞിട്ടാണ്. അങ്ങനെ തോൽപാത്രത്തിലെ വെള്ളം കഴിഞ്ഞു, കാരക്കയും കഴിഞ്ഞു. വെള്ളവും കാരക്കയും ഇല്ലാത്തതിനാൽ മുലയിലെ പാലും കഴിഞ്ഞു. കുട്ടി പാലിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി കരയാൻ തുടങ്ങിയപ്പോൾ വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ സഫ മർവ എന്നീ കുന്നുകൾക്കിടയിൽ നടക്കുകയും ഓടുകയും ചെയ്തു. ജൂതന്മാർ കഅബക്കും മിനക്കും അറഫക്കും മുസ്ദലിഫക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കും. പക്ഷേ അവർക്ക് പ്രാധാന്യമില്ലാത്ത രണ്ട് സ്ഥലങ്ങളാണ്, ഒന്ന് സഫയും മറ്റൊന്ന് മറുവയും. കാരണം അത് ഹാജറ ബീവിയുമായിട്ടാണ് ബന്ധം. ജൂതന്മാർ സാറാ ബീവിയുടെ മക്കളാണ്. ഓല് തമ്മിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹാജറ ബീവിയും സാറാ ബീവിയും തമ്മിൽ കുഴപ്പമൊന്നുമില്ല. പരമ്പരകൾ മാറി മാറി വന്നപ്പോൾ സാറാ ബീവിയുടെയും ഹാജറ ബീവിയുടെയും മക്കൾ രണ്ടായി തിരിയുകയാണ്. സാറാ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിലാണ് ജൂതന്മാർ വന്നത്. അതുകൊണ്ട് അവർ സഫാക്കും പ്രാധാന്യം കൊടുത്തില്ല, മർവാക്കും പ്രാധാന്യം കൊടുത്തില്ല. അത് പറ്റൂല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്. സഫയെയും മർവയെയും ആദരിക്കാതെ പറ്റൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഹാജറ ബീവിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ തൻ്റെ കൽബിനെ അള്ളാഹുവിലേക്ക് അർപ്പിച്ചു എന്നതാണ് ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത. ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ തൻ്റെ മോന് ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചതാണ് സംസമിൻ്റെ പിന്നിലുള്ളത്. ഉമ്മാരുടെ ആഗ്രഹങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവങ്ങൾ. മനുഷ്യന്മാരെ, ഹലോ പെരിങ്ങത്തൂക്കാരെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കട്ടോ നിങ്ങൾ. ഉമ്മാരുടെ ആഗ്രഹങ്ങളാണ് ഈ ലോകത്തെ എല്ലാ വിപ്ലവങ്ങളുടെയും പിന്നിലുണ്ടാകുക. നമ്മൾ തമ്മ തെറ്റിയാൽ ചോദിക്കുമല്ലോ ബുഖാരിയിലുണ്ടോയെന്ന്. രണ്ടാൾക്കാർ വർത്തമാനം പറഞ്ഞ് തമ്മ തെറ്റിയ അടുത്ത ചോദ്യം ബുഖാരിയിലുണ്ടോയെന്നാണ്. ബുഖാരി എന്ന് പറഞ്ഞത് ഒരാളെ പേരാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി എന്നാണ് പേര്. മുഹമ്മദ് എന്നാണ് മഹാനവറുകളുടെ പേര്, ഇസ്മായിൽ എന്നാണ് വാപ്പാൻ്റെ പേര്, ബുഖാരി വല്ലിപ്പാൻ്റെ പേര്. മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ടു കാണാത്ത ആളായിരുന്നു. ഉമ്മ വരുന്നതാണ്. ജന്മനാ കണ്ണു കാണാത്ത ആളായിരുന്നു. ഉമ്മ ദുആ ചെയ്ത്
കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു. മഹാനായ സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി. 4000 ഉസ്താദുമാർ. നമുക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരുണ്ടാവില്ല. അതിൽ തന്നെ 1-ാം ക്ലാസ്സിലെ മമ്മൂട്ടി അല്ലാക്കാനും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയാണ് കണ്ണട ചെയ്യുന്നു നമുക്കുള്ള അറിവ്. ഏറ്റവും വലിയ അറിവ് കണ്ണട വെച്ചിരുന്നു എന്ന് അത്രയൊന്നും അറിഞ്ഞാൽ പോരാ, ഓർമ്മ വേണം. 4000 ഉസ്താദന്മാരാണ് ബുഖാരി ഇമാമിന് റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചതാണ്. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ളത് എൻ്റെ ഉമ്മയാണെന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ തൻ്റെ ശിഷ്യനായ ബഹുമാനപ്പെട്ട ഇമാം മുസ്നി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്.